ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പലർ കൂടി ചേർന്നിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, തങ്കമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മാനന്തവാടിയിൽ നിന്നുള്ള സഹോദരിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. മകൾ നിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്, അവളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ അവരുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ നല്ലൊരു റിസൾട്ട് അവരുടെ പഠനത്തിൽ അവർക്കുണ്ടാകട്ടെ. മുഴു കുടുംബത്തിലേക്കും അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നൂറനാട് നിന്നുള്ള സാബുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ ഭാര്യയ്ക്ക് കർത്താവെ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും അപ്പോൾ തന്നെ കർത്താവെ അവരുടെ ഫേർണിച്ചർ ബിസിനസ്സിൽ വലിയ വളർച്ചകൾ ഉണ്ടാകുവാനുമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബാംഗ്ലൂരിൽ നിന്നുള്ള സാറ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ അജയ് തോമസിന് വേണ്ടി, ഡെബി ആൻഡ് ചാക്കോയ്ക്ക് വേണ്ടി, മേഘ എലിസബത്ത് എബ്രഹാമിന് വേണ്ടി, ആദിത്യയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായ വളർച്ച അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവഹിതത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഒല്ലൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകന് കർത്താവെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു കർത്താവെ മകളെ ലഭിക്കുവാൻ, ഒരു ഭാര്യയെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഒരു ഭവനമുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടക്കുവാൻ, അപ്പോൾ തന്നെ കർത്താവെ അവരുടെ മകന് ഒരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുംബൈയിൽ നിന്ന് കർത്താവ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മകനെയും ആ മകൻ്റെ കുടുംബത്തെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ രക്ഷയിലേക്ക് അവർ കടന്നു വരട്ടെ. അവർക്കൊരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനോടും ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. അടുത്ത സമയം മിറക്കിൾസ് ടുഡേയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം നമ്മൾ കേൾക്കാനായിട്ട് പോകുകയാണ്. അലക്സ് എന്നു പേരുള്ള ഒരു വ്യക്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുടുംബത്തിൽ ആകമാനം വരുത്തിയ മാറ്റങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വിശ്വസിക്കുക, ഇതുപോലുള്ള അത്ഭുതങ്ങൾ യേശു കർത്താവിന് നിങ്ങളുടെ കുടുംബത്തിലും ചെയ്യുവാൻ സാധിക്കും. സിസ്റ്ററെ, ഈ മോളുടെ പേര് മേഘ അലക്സ് എന്നാണ്. തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ യേശു ചെയ്ത ഒരു വലിയ അനുഗ്രഹവുമായിട്ടാണ് ഈ മോളിന്ന് ഇവിടെ നിൽക്കുന്നത്. ബ്രദറെ, ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും മാതാവും കൂടെ എനിക്ക് തോന്നുന്നു ചില ആഴ്ചകൾക്ക് മുൻപ് ഒരു ദിവസം വലിയൊരു അഭിഷേകം നടന്ന ദിവസം ഇവിടെ ടെസ്റ്റിമണി പറയാൻ വേണ്ടി ഇവരിവിടെ നിന്നിരുന്നു. പക്ഷെ അന്ന് സമയമില്ലാതിരുന്നത് കൊണ്ട്, വളരെ ഒരു അഭിഷേകം തിങ്ങി നിറഞ്ഞ ദിവസം ആയതുകൊണ്ട് അവരോട് പിന്നീട് പറയാമെന്ന് പറഞ്ഞു വിട്ടു.
പക്ഷേ പിന്നീട് അവർക്കത് പറയാൻ സാധിച്ചില്ല. പക്ഷെ അത് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മാതാവ് കൂടെ സ്റ്റേജിലേക്ക് ഒന്ന് ഇവിടെ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിലൊന്ന് വരിക. ഈ സമയത്ത് ആ ഒരു ടെസ്റ്റിമണി കണ്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പോകാം. എൻ്റെ പേര് അലക്സ് മുളവുകാട്. ഞാൻ 24 വർഷമായിട്ട് വിദേശത്തായിരുന്നു. ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് 2012 തിരിച്ചു വന്നപ്പോഴാണ് ഞാനിവിടെ ഈ ചർച്ചിൽ മുടങ്ങാതെ വരാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് നാട്ടിലും വിദേശത്തുമായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. ഒരു ജോലിയും ലഭിക്കാതെ ഒരുപാട് നാൾ ഞാനിങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ജോലികളെല്ലാം നാട്ടിൽ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നെറ്റിൽ ഞാനിത് കണ്ടിട്ട് വേക്കൻസിയുടേത് അപ്ലൈ ചെയ്തായിരുന്നു 1.5 വർഷം മുന്നേ. അങ്ങനെ അവരെന്നെ വിളിച്ച് ഇൻ്റർവ്യൂ എല്ലാം ചെയ്തു. ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പല ഇൻ്റർവ്യൂകൾക്കും പോയിട്ടൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഒരു ഇൻ്റർവ്യൂവിലും ശരിയാവാതായപ്പോഴത്തേക്ക് നിരാശനായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടന്നു 2014 ഡിസംബറിൽ. ആ ഫാസ്റ്റിംഗ് പ്രെയറിൽ പിന്നെ ക്ഷമ സിസ്റ്റർ സ്ഥിതി മാറ്റുന്ന ദൈവത്തിൻ്റെ ആ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അവസാന നിമിഷത്തിലെ പ്രാർത്ഥനയുടെ സമയത്ത് ക്ഷമ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നതായിട്ട് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ, ചെക്ക് സൈൻ ചെയ്യണതൊക്കെ ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ സ്ഥിതി മാറുകയാണ്. ഇന്ന് നിങ്ങളൊന്ന് സ്വപ്നം കാണാമോ? 10 പൈസ കയ്യിലില്ല, പക്ഷെ ഒന്ന് സ്വപ്നം കണ്ട് ലക്ഷങ്ങളുടെ രൂപ, ലക്ഷങ്ങളുടെ ചെക്കൊക്കെ എഴുതി കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നു സ്വപ്നം കാണാം. ഞാനത് എൻ്റെ ഉള്ളിൽ ഏറ്റെടുത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കും സാധിക്കട്ടെ എന്ന്. അന്ന് തന്നെ അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ വെച്ച് കോങ്കോയിൽ നിന്ന് പഴയ ആ ഇൻ്റർവ്യൂ 1.5 വർഷം മുമ്പ് നടന്ന ഇൻ്റർവ്യൂവിൻ്റെ ആൾ വിളിച്ചിട്ട് ചോദിക്കണേണ്, ഇപ്പോഴും ജോലിയൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞിട്ടും പിന്നെ ഡിസംബർ കഴിഞ്ഞിട്ടും ജനുവരി കഴിഞ്ഞിട്ടും ഒരു വിവരമില്ല. അങ്ങനെ വിളിച്ച് ചോദിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും വിളിച്ച് ചോദിച്ചില്ലായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തോട് എല്ലാ കാര്യങ്ങളും ശരിയാവാനായിട്ട്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാസ്റ്റർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞ്, അലക്സ് എന്ന് പറഞ്ഞ ഒരാൾ വളരെ വേദനിച്ച് പ്രയാസത്തോടെ ഇരിക്കുകയാണെന്ന് വിളിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് അലക്സ് എന്ന പേരുള്ളൊരു സഹോദരൻ പല പ്രശ്നങ്ങൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഹൃദയം ഭയങ്കരമായി വിങ്ങിപ്പൊട്ടിരിക്കുന്ന അലക്സ് എന്നൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് വലിയൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. ആ സ്വാതന്ത്ര്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു കൂട്ടിനകത്ത് കിടക്കുന്നൊരു പക്ഷിയെ തുറന്നു വിട്ടാൽ ലഭിക്കുന്നത് പോലെയുള്ളൊരു സ്വാതന്ത്ര്യം. അന്ന് മുതൽ ആ ഫെബ്രുവരിയിൽ അത് കഴിഞ്ഞത് മുതൽ പിന്നെ എൻ്റെ ഈ വീണ്ടും ആ കോങ്കോയിലേക്കുള്ള ഇൻ്റർവ്യൂ വീണ്ടും ഒന്ന് നടന്നു. അപ്പം 3ാമത്തെ ഇൻ്റർവ്യൂ ആണ് അങ്ങനെ നടന്നത്. ആ ഇൻ്റർവ്യൂ ചുരുങ്ങിയതൊരു 3/4 മണിക്കൂറോളം ഫോണിലൂടെ ഇൻ്റർവ്യൂ എല്ലാം നടന്നു. അങ്ങനെ അവരെന്നെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു പിന്നെ ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കുന്നത് ആവശ്യപ്പെടുന്നതെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന രീതിയിൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ സെലക്ട് ചെയ്തത് ഞാൻ മെക്കാനിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നതും ഇൻ്റർവ്യൂ നടന്നതും. പക്ഷെ അവരെന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് വർക്ക്ഷോപ്പ് സൂപ്പർവൈസറായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ കമ്പനി വിസയും ടിക്കറ്റും അയച്ചു തന്നു. ഒരു പൈസ പോലും ചിലവാക്കാതെ, ഒരു പൈസ പോലും മുടക്കാതെ എനിക്ക് വിസയും ടിക്കറ്റും അയച്ചു തന്നു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല, അദ്ദേഹം ജോലിയിലാണ്. ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ഈ മോള് പറഞ്ഞത് ഇവർ ഇവിടെ വരുന്ന സമയത്ത് ഈ മോള് 10th പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
പക്ഷേ അതിനു മുൻപൊക്കെ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. 9th വളരെ കുറഞ്ഞ മാർക്കാണ് തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 10th ക്ലാസ്സിൽ വരുന്ന സമയത്ത് താൻ യേശുവിനോട് പറഞ്ഞു, മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് 10th പാസ്സാകുവാൻ സാധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 10th തനിക്ക് ലഭിച്ച മാർക്ക് 9 A+ഉം 1 B+ഉം തനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് 11th വന്നപ്പോൾ 5 A+ഉം 1 Aയും കിട്ടി തനിക്ക്. അപ്പോൾ താൻ വീണ്ടും +2 യേശുവിനോട് പറഞ്ഞു, എനിക്ക് എല്ലാ വിഷയത്തിനും A+ ലഭിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആ മോള് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ പേപ്പർ പ്രയർ ഡയറിയിൽ എടുത്തു വെച്ചു. ഒപ്പം തന്നെ ഒരു കോപ്പി എടുത്ത് ബൈബിളിലും വെച്ചു. ഈ പ്രയർ ഡയറിയിൽ എടുത്തു വെച്ച കോപ്പി എടുത്തു വെച്ച് അതിന്മേൽ കൈകൾ വെച്ച് എല്ലാ ദിവസവും ഇവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മോള് പറഞ്ഞത് എല്ലാ വിഷയത്തിനും A+ ലഭിച്ചാലും തനിക്ക് 94% മാർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. പക്ഷേ ഈ മോള് പറഞ്ഞത് എനിക്ക് 95% മാർക്ക് ലഭിച്ചിട്ട് വേണം പാസ്സാകുവാൻ എന്നുള്ള രീതിയിലാണ് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് മാത്സിന് വളരെ വീക്കായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് അതിനാണ് കഴിഞ്ഞ സ്കൂളുകളിലൊക്കെ കുറഞ്ഞ മാർക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ തവണ ഈ കുട്ടിക്ക് മാത്സിന് നല്ലൊരു ഹയർ മാർക്ക് ലഭിക്കുകയും അതിനുവേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു മാർക്ക് കൂടുതൽ ലഭിച്ചു. അങ്ങനെ വന്നപ്പോൾ ടോട്ടൽ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ 95% മാർക്ക് തന്നെ തനിക്ക് ലഭിച്ചു. ഇവിടെ ഈ മകളെ പ്രയർ ഡയറിയിലാണ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് അല്ലേ? എന്താണ് പ്രാർത്ഥിച്ചിരുന്നത്? എനിക്ക് ഈ എഴുതി വെച്ച മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് മാത്സിനും ഹിന്ദിക്കും അത് തന്നെ ലഭിച്ചു. പിന്നെ ബാക്കി എല്ലാത്തിനും എക്സ്ട്രാ 3 മാർക്ക് കൂട്ടി ലഭിക്കുകയും ചെയ്തു. ഓ ശരി. ഇതിനകത്ത് എഴുതുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീസസ് ഐ ക്യാൻ അച്ചീവ് 95% ഇൻ 12th പബ്ലിക് എക്സാമിനേഷൻ. താങ്ക് യു ജീസസ്. ഈ പേപ്പറിൽ അവൾ മാർക്കും എല്ലാം തന്നെ എഴുതിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. താഴെ അവൾ വിശ്വാസത്താൽ അവൾ എല്ലാത്തിനും A+ എന്ന് എഴുതി വെച്ചിരുന്നു. അത് തന്നെ കർത്താവ് അവൾക്ക് കൊടുത്തിരിക്കുകയാണ്. എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. കൺഗ്രാറ്റുലേഷൻസ് മോളെ. പലപ്പോഴും ഈ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ പാരൻസ് എല്ലാവരുമായിട്ട് അടുക്കൽ വന്നിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. അപ്പനും അമ്മയും മോളും എല്ലാവരും എന്താ കർത്താവിലോട്ട് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ച് നടത്തുകയല്ലേ. ഹല്ലേലൂയ. ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് സെന്ററിൽ മുടങ്ങാതെ പോവുക. പലപ്പോഴും പാരൻസ് മാത്രം പോവും, കുഞ്ഞുങ്ങളെ കൊണ്ടാകാറില്ല. അങ്ങനെ ചെയ്യരുത്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് ഓരോ ഞായറാഴ്ചയും ബ്ലെസ്സിങ് സെന്ററിൽ പോയി ആരാധിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് മാനിച്ചിട്ടേ മറ്റൊരാളെ അനുഗ്രഹിക്കുകയുള്ളൂ. അത് കർത്താവിന്റെ ഉറപ്പാണ്. ഹല്ലേലൂയ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Verse number 25 says, അതിന്റെ 25ാമത്തെ വാക്യം പറയുന്നു, God presented Christ as a sacrifice of atonement through the shedding of his blood. തന്റെ രക്തത്താലുള്ള വിശ്വാസത്താൽ Yes. പാപപരിഹാരമുണ്ടാവുവാൻ ദൈവം അവനെ നിയോഗിച്ചു. And to be received by faith, he did this to demonstrate his righteousness, because in his forbearance he had left the sins committed beforehand unpunished.
ദൈവം തന്റെ ദീർഘകാല ക്ഷമയാൽ മുൻകാല പാപങ്ങൾക്ക് ശിക്ഷ നൽകാതെ അതിനാൽ തന്റെ നീതി പ്രദർശിപ്പിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. This is what Jesus did for us. ഇതാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. Jesus shed his blood on the cross of Calvary to redeem us. യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ തന്റെ രക്തം ചൊരിഞ്ഞത് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. And when a person believes the redemptive blood of Jesus, something spiritual is happening in that person's life. ഏതെങ്കിലും ഒരു വ്യക്തി യേശു കർത്താവിന്റെ ചൊരിയപ്പെട്ട ആ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തിയെ തിരിച്ചറിയുമ്പോൾ, അതിനെ വിശ്വസിക്കുമ്പോൾ എന്തൊക്കെയോ ആത്മീകമായത് ആ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുകയാണ്. All the chains will be broken. എല്ലാ ബന്ധനങ്ങളും അവിടെ ഛേദിക്കപ്പെടുകയാണ്. All the yokes will be destroyed. എല്ലാ നുകങ്ങളും തകർക്കപ്പെടുകയാണ്. And all the curses will be broken. എല്ലാ ശാപങ്ങളും തകർക്കപ്പെടുകയാണ്. Hallelujah. Hallelujah. And people, every person will be redeemed from the vain walk from the forefathers. അവരുടെ പിതാക്കന്മാർ സഞ്ചരിച്ചു വന്നിരിക്കുന്ന എല്ലാ ദോഷ പ്രവർത്തികളിൽ നിന്നും അവർ വീണ്ടെടുക്കപ്പെടുകയാണ്. And that person becomes a property of Jesus. ആ വ്യക്തി യേശു കർത്താവിന്റെ സ്വന്തമായി ഓരോ വ്യക്തികളും മാറുകയാണ്. Lift up both of your hands and wave your hands and say hallelujah. എല്ലാവരും കൈകൾ ഉയർത്തി കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാലും, When we receive and welcome Jesus into our life, He will start building our life. നമ്മൾ യേശുവിൽ വിശ്വസിക്കുവാൻ തുടങ്ങുന്ന സമയം മുതൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തെ പണിയുവാൻ തുടങ്ങുന്നതാണ്. Look at me please. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും Many people will come to our life to destroy us. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആളുകൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായി കടന്നു The വരുന്നവരാണ്. number one guy is Satan himself. ആ ഒന്നാമതായി വരുന്ന വ്യക്തി എന്ന് പറഞ്ഞ സാത്താൻ തന്നെയാണ്. John 10:10 says, the thief comes in order to steal, destroy and kill. യോഹന്നാൻ 10:10 പറയുന്നത് കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണ്. But Jesus says, I have come to give you life and to give it abundantly. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും അത്രേ. Even some people cheat you or some people try to destroy you, but Jesus comes to give you life and to build your life. ചില ആളുകൾ വരുന്നത് നിങ്ങളുടെ ജീവിതത്തെ വഞ്ചിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനുമാണ്. എന്നാൽ യേശു കർത്താവ് വരുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം നൽകുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നൽകുവാനാണ് യേശു കർത്താവ് വരുന്നത്. Now listen to me. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ, As I am speaking these words, ഞാൻ ഈ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ two things are at work now. ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Number one, the word of God. ഒന്ന്, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുകയാണ്. Number two, the Spirit of God is moving. രണ്ടാമതായി പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. So in our life, both these agents are working. ഈ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് വ്യക്തികളും രണ്ട് മാധ്യമങ്ങളും ഒരേ സമയത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. How many of you will tell the Holy Spirit, Lord, build my mind today? എത്ര പേർ ഇന്ന് പറയും, പരിശുദ്ധാത്മാവിനോട് പറയും, പരിശുദ്ധാത്മാവേ എൻ്റെ മനസ്സിനെ അങ്ങ് പണിയണമേ. Hallelujah. ഹല്ലേലൂയ. Because the Holy Spirit is at work right now. കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. There are people sitting here who is having psychiatric treatments. ഇവിടെ ആരൊക്കെയോ ചിലരിക്കുന്നുണ്ട്, അവർ സൈക്കാട്രിക് മാനസിക രോഗത്തിനുള്ള ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. Maybe some others people may not be knowing that you are doing it privately and confidentially, but the Lord knows that and the Lord wants to heal you. ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അത് അറിയത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ രഹസ്യമായി അതിനുള്ള ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ദൈവം അത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Because God knows your pain. കാരണം ദൈവം എല്ലാം കാണുകയാണ്. And He sees your tears. ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. And I see a vision in my spirit. എൻ്റെ ആത്മാവിൽ ഞാൻ ഒരു ദർശനം കാണുകയാണ്. I see a caged bird. ഞാനൊരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെയാണ് കാണുന്നത്. And I see some sisters sitting here, some ladies sitting here, and you are like that. You are like a caged bird and you don't have any freedom in life.
ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചില സഹോദരിമാരെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെയാണ് നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. In your family you don't have a freedom. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല. You don't have spiritual freedom. നിങ്ങൾക്ക് ആത്മീകമായ ഒരു സ്വാതന്ത്ര്യമില്ല. And some of you don't have a mental freedom. ചില ആളുകൾക്ക് മാനസികമായ ഒരു സ്വാതന്ത്ര്യമില്ല. But if you pray today, the Lord wants to give you His freedom. എന്നാൽ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്നത് തന്റെ സ്വാതന്ത്ര്യം ഇന്ന് തരാൻ പോവുകയാണ്. Because Jesus came into this world to set the captives free. കാരണം യേശു കർത്താവ് ഇന്ന് ഇവിടെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ബന്ധിതരായിരിക്കുന്നവരെ, തടവിലായിരിക്കുന്നവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് തടവറയിൽ പെട്ടിരിക്കുന്നവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. എത്ര പേർ കൈകൾ ഉയർത്തി പറയും, കർത്താവ് എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. I need a freedom today, Father. എത്ര പേർ കൈകൾ ഉയർത്തി പറയും, യേശുവേ പിതാവേ എനിക്കിന്ന് എന്റെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം വേണം. Open your mouth wide and speak to Him, Lord, I want a freedom. എല്ലാവരും ശബ്ദം ഉയർത്തി വായുകൾ തുറന്നുകൊണ്ട് യേശുവിനോട് പറയാൻ തുടങ്ങിയാൽ, യേശുവേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. Hallelujah. Hallelujah. Jesus is the Redeemer. യേശു കർത്താവാണ് വീണ്ടെടുക്കുന്നവൻ. He can restore your health. യേശു കർത്താവിന് നിങ്ങളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ്. Some are sitting here, the Holy Spirit says, പരിശുദ്ധാത്മ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചില you had a well-built body, you were very healthy, but these days your health is deteriorating. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചിലർ നിങ്ങളുടെ ശരീരം നല്ല ആരോഗ്യമായ ശരീരം ആയിരുന്നു, എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യം ഈ സമയത്ത് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. But the Lord says, എന്നാൽ കർത്താവ് പറയുകയാണ്, according to Jeremiah 33 and verse number 6, I am restoring your health and your healing. യെരമ്യാവ് 33:6 പ്രകാരം ഇന്ന് ദൈവം നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ആരോഗ്യത്തെ കർത്താവ് അത് പുതുക്കുകയാണ്, വീണ്ടെടുക്കുകയാണ്. Jesus is the Redeemer. യേശു കർത്താവാണ് വീണ്ടെടുപ്പുകാരൻ. He can redeem your lost health. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ വീണ്ടെടുത്ത് തരുവാൻ യേശു കർത്താവിന് കഴിയുന്നതാണ്. But everything starts with your redemption from sinfulness. ഇതിന്റെ ആദ്യം സംഭവിക്കുന്നത്, അതിന്റെ ആദ്യത്തെ ചുവട് നടക്കുന്നത് നിങ്ങൾ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോഴാണ്. I have a question for you. നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. How many of you are courageous enough to turn your back to sinful ways and to walk to Jesus? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ പാപത്തിന്റെ പ്രവൃത്തികളോട് പുറംതിരിഞ്ഞ് നിന്നിട്ട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിലേക്ക് തിരിയുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ ചങ്കൂറ്റമുള്ള എത്ര പേർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്? Show your hands to Jesus. നിങ്ങൾ കൈകൾ ഉയർത്തി അത് യേശുവിനെ കാണിച്ചാൽ, Oh, this is something wonderful. ഇത് വളരെ വലിയ മനോഹരമായ ഒരു കാര്യമാണ്. If all of us are turning our back to sin, and if we are turning to the Savior, heaven will be rejoicing today. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ പാപത്തോട്, അതിൽ നിന്ന് പാപത്തെ നമ്മൾ വിട്ട് പിരിഞ്ഞിട്ട് യേശുവിലേക്ക്, രക്ഷകനിലേക്ക് നമ്മൾ തിരികുകയാണെങ്കിൽ ഇന്ന് സ്വർഗം വളരെ അധികം സന്തോഷിക്കുന്ന ഒരു വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 0484 422 171. ഇത് പ്രാർത്ഥനയുടെ സമയം. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വാസത്താൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവെ, അങ്ങയുടെ കൈകൾ ഇന്നും ഭൂമിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ പ്രവൃത്തികൾ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത പനി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോവുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ പനി മാറിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ
വിശ്വസിക്കുക. യേശുവേ എന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഉറക്കെ വിളിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വിട്ടുമാറാത്ത പനി സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ, അത് സൗഖ്യമാകട്ടെ, അത് സൗഖ്യമാകട്ടെ. മാറി മാറി ഓരോ അസുഖങ്ങളായിട്ട് ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പുതിയ അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയാണ്. ഇതുപോലെ ഒരു കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞ് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ ആരോഗ്യം ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്ത്രീകൾക്കുള്ള ചില പ്രത്യേകമായ അസുഖങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ ചില കുടുംബ പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന ചിലരെ കർത്താവ് കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ മാറട്ടെ. അവർ ഒരുമിച്ച് സന്തോഷമായി ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കാനായി തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനം യേശുവിൻ നാമത്തിൽ മാറിപ്പോവുകയാണ്. മദ്യപാന നിമിത്തമുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ഞങ്ങളൊരു പരിഹാരത്തെ കൽപ്പിക്കുന്നു. യേശു കർത്താവ് ഒരു പരിഹാരം നൽകിയാണ്. വിശ്വസിക്കുക. അത്ഭുതങ്ങൾ യേശുവിന് നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കും. അലക്സ് എന്ന് പറയുന്ന ബ്രദറിന് വേണ്ടി ഒരു അത്ഭുതം കർത്താവിന് ചെയ്യാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക മേഖലയിൽ ഒരത്ഭുതം കർത്താവിന് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായി ജോലിയില്ലാത്ത അവസ്ഥയിലുള്ള ചിലരെ കർത്താവ് കാണുക. യേശുവെ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണമേ. ഇന്നുവരെ അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ശമ്പളത്തിൽ കർത്താവ് അവരുടെ കയ്യിൽ പണം വന്ന് ചേരത്തക്ക വിധത്തിൽ ഒരു ജോലി അങ്ങ് നിയമിച്ചു കൊടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരിലും ദൈവിക നന്മകൾ വരട്ടെ, സമാധാനം വരട്ടെ, സന്തോഷം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.